അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് മാറിയൊരു ജീവിതം നമുക്ക് വേണ്ട. പ്രവാചകനെ തടഞ്ഞു നിർത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ട. പ്രവാചകനെ മാറ്റി നിർത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ട. പ്രവാചകനെ അവഗണിക്കുന്നവരോടുള്ളൊരു കൂട്ടുകെട്ട് നമുക്ക് വേണ്ട. നമ്മുടെ മനസ്സിൽ ആര് റസൂലുള്ളാഹി തങ്ങളെ വിട്ടുതരുന്നോ അവരോടാണ് നമുക്ക് ഏറ്റവും വലിയ സ്നേഹം വേണ്ടത്. നമ്മുടെ മനസ്സ് പ്രവാചകനിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ആരോ അവരോടാണ് നമുക്ക് താല്പര്യമുണ്ടാകേണ്ടത്. അതാണ് അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ചെയ്യുന്ന സേവനം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സദസ്സുകൾ ഉണ്ടാക്കുന്നതും പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പാടുന്നതും ഹബീബിന്റെ മദ്ഹുകൾ പറയുന്നതും ഹബീബിന്റെ ആസാറുകൾ സംരക്ഷിക്കുന്നതും ഹബീബിന്റെ ബഹുമാനം എടുത്തുദ്ധരിക്കുന്നതും ഹബീബിലേക്ക് മനുഷ്യ മനസ്സുകളെ ഒഴുക്കുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഏറ്റവും വലിയ സേവനമാക്കി മാറ്റിയെടുത്തത് ആ ഹബീബിലേക്ക് ജനങ്ങളൊന്ന് അടുത്ത് കിട്ടാനാണ്. അതിലൂടെ നമ്മുടെ ഖൽബ് റസൂലുള്ളാഹിയിലേക്ക് അടുക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ രീതിയിൽ നമ്മുടെ മനസ്സ് റസൂലുള്ളാഹിയിലേക്ക് അടുക്കണം. പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പുറംപൂച്ചായി എഴുതി തള്ളേണ്ട വ്യക്തിത്വമല്ല. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ വഫീ റിവായത്തിൽ വമിൻ നഫ്സിഹി സദഖ റസൂലുള്ളാഹി. നിന്റെ മാതാപിതാക്കളേക്കാൾ ഭാര്യയേക്കാൾ